ഒരേ സമയം ഒരേ സ്ഥലത്ത് ഏറ്റവും അധികം തുണി കഴുകുന്നതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇടം. ഇത് മുംബൈയിലെ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. തൊട്ടുപിറകിൽ കാണുന്നത് ആയിരക്കണക്കിന് മനുഷ്യർ രാപ്പകൽ അധ്വാനിക്കുന്ന മുംബൈയുടെ ഹൃദയമിടിപ്പായ ധോബിഘട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ അലക്കുശാല. ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് ടെസു ടോക്സ്. 140-ലേറെ വർഷങ്ങളായി തുണി അലക്കി ജീവിക്കുന്ന മനുഷ്യർ ദിവസവും 1,00,000-ലധികം തുണികളാണ് ഇവിടെ കഴുകുന്നത്. ഈ അലക്കുപുരയുടെ യഥാർത്ഥ കാഴ്ചകള് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഏകദേശം 8,000-ഓളം ആളുകൾ ദിവസവും ജോലി ചെയ്യുന്നുണ്ട്. മുംബൈയിലെ വലിയ ഹോട്ടലുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും വരുന്ന തുണികൾ ഇവിടെയാണ് അലക്കുന്നത്. ഇവിടെ നടക്കുന്നത് വെറും അലക്ക് മാത്രമല്ല, ഇതൊരു വലിയ സിസ്റ്റമാണ്. വിവിധ ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന തുണികൾ ആദ്യം തരംതിരിക്കും. ഓരോ തുണിക്കും പ്രത്യേക അടയാളങ്ങൾ നൽകും. ഓരോ ധോബിക്കും പ്രത്യേകമായ അലക്കുകല്ലും വെള്ളം കെട്ടി നിൽക്കുന്ന ടാങ്കും ഉണ്ടാകും. സോപ്പ് വെള്ളത്തിൽ മുക്കി കല്ലിലിട്ട് ആഞ്ഞടിക്കുന്നു. യന്ത്രങ്ങളെക്കാൾ വൃത്തിയായി കൈകൾ കൊണ്ട് അലക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത. ബെഡ്ഷീറ്റുകൾ, ടവലുകൾ പോലുള്ള വെള്ള വസ്ത്രങ്ങൾ കൂടുതൽ വെളുപ്പിക്കുവാൻ വലിയ ചെമ്പുകളിൽ വെള്ളം തിളപ്പിച്ച് അതിൽ ബ്ലീച്ച് ചേർത്ത് പുഴുങ്ങിയെടുക്കുന്നു. അതിനുപയോഗിക്കുന്ന വലിയ ചെമ്പുകളാണ് ഈ കാണുന്നത്. അലക്കിയ തുണികൾ ഗട്ടിനു മുകളിലായി കെട്ടിയ മൈലുകളോളം നീളമുള്ള കയറുകളിൽ ഉണക്കാനിടുന്നു. മഴക്കാലമാണെങ്കിൽ വലിയ ഇലക്ട്രിക് ഡ്രയറുകളും ഇവർ ഉപയോഗിക്കാറുണ്ട്. क्लिप के नहीं यूज़ करते क्योंकि बारिश के समय हमको जल्दी से कपड़ा उतारने के लिए क्लिप के यूज़ नहीं करते. इट यूज़ द रोप. ഇവിടെ തുണികൾ ഉണങ്ങാനിടുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ തുണികൾ ഉണങ്ങാൻ ക്ലിപ്പുകൾ ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ ഇവിടെ ഭൂരിഭാഗവും 2 കയറുകൾ തമ്മിൽ പിരിച്ചാണ് തുണികൾ അതിനിടയിൽ തിരികെ വയ്ക്കുന്നത്. കാറ്റടിച്ചാൽ പോലും തുണികൾ താഴെ വീഴില്ല. അതുമല്ല, മഴക്കാലത്തും മറ്റും വേഗത്തിൽ തുണികൾ എടുക്കുവാനും ഇത് സഹായിക്കുന്നു. ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ വരി വരിയായി തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മുംബൈയിലെ കനത്ത മഴക്കാലത്ത് പുറത്തുണങ്ങാൻ പറ്റാത്തപ്പോൾ അവർ വലിയ ഗ്യാസ് ഡ്രയറുകളും ബോയിലറുകളും ഉപയോഗിച്ചാണ് തുണികൾ ഉണക്കിയെടുക്കുന്നത്. ധോബിഘട്ടിലെ മിസ്റ്റർ രാം ജനം ശർമ്മയ്ക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കിയാലോ. 24 आवर्स चलता है ड्रायर मशीन. ये कपड़े के हिसाब से इसमें कितना पीस ड्राई होता है एक बार में. मोटा जाड़ा कपड़ा रहेगा तो 15 से 20 मिनट, पतला थोड़ा रहेगा तो 10 मिनट में. एक बार में इसमें 150 सेट आता है और वो 15 से 20 मिनट में ड्राई हो जाता है. ഉണങ്ങിയ തുണികൾ കൃത്യമായി ഇസ്തിരിയിടുന്നു. അവ പാക്ക് ചെയ്ത് നഗരത്തിന്റെ വിവിധ ഭാഗത്തേക്ക് എത്തിക്കുന്നു. കൃത്യനിഷ്ഠത തന്നെയാണ് ഇവരുടെ വിജയരഹസ്യം. ഇവിടുത്തെ ഒരു കൊച്ചു കൂട്ടുകാരനായ റോണക്കാണ് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ധോബിഘട്ട് വെറും ഒരു ജോലി സ്ഥലമല്ല, അതൊരു ഗ്രാമം കൂടിയാണ്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ ഇതിനുള്ളിൽ തന്നെ ചെറിയ വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവിടെ തന്നെ അവർ ഭക്ഷണം പാചകം ചെയ്യുന്നു, കുട്ടികൾ കളിക്കുന്നു. ഒരു ചെറിയ ലോകം ആ വലിയ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നു. ഏകദേശം 140ഓളം വർഷം പഴക്കമുള്ള ഈ അലക്കുശാല ബ്രിട്ടീഷ് ഭരണകാലത്ത് 1890-ൽ സ്ഥാപിതമായതാണ്. അതിന് ഒരു കാരണവുമുണ്ട്. അക്കാലത്ത് മുംബൈയിൽ തമ്പടിച്ചിരുന്ന വലിയൊരു വിഭാഗം ബ്രിട്ടീഷ് സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും യൂണിഫോമുകൾ വൃത്തിയാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആയിരക്കണക്കിന് സൈനികരുടെ വസ്ത്രങ്ങൾ ഒരേ സമയം കഴുകുവാനും ഉണക്കുവാനും സൗകര്യപ്രദമായ ഒരു സംവിധാനം അവർക്ക് ആവശ്യമായിരുന്നു. വെള്ളത്തിന്റെ സുലഭമായ ലഭ്യതയുള്ള ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു മഹാലക്ഷ്മി. അങ്ങനെ 700-ലധികം പെന്നുകൾ എന്നറിയപ്പെടുന്ന കോൺക്രീറ്റ് കല്ലുകൾ നിർമ്മിച്ചു. ഓരോ കല്ലിനും വെള്ളം നിറയ്ക്കാനുള്ള ടാപ്പുകളും അഴുക്കുവെള്ളം പോകുവാനുള്ള ഡ്രെയിനേജുകളും സജ്ജമാക്കി. മുംബൈ നഗരം ഉണരുന്നതിന് മുന്നേ തന്നെ പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന അധ്വാനമാണ്. തുണികൾ സോപ്പ് വെള്ളത്തിൽ മുക്കി കല്ലിലടിച്ച് കഴുകി വെയിലത്തുണക്കി കൃത്യമായി ഇസ്തിരിയിട്ട് തിരികെ എത്തിക്കുന്നു. 2.5 ഏക്കർ ഭൂമിയിൽ പരന്നു കിടക്കുന്ന ഈ അലക്കുശാല ഇപ്പോഴും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ധോബികൾ ഇതിന് ഇപ്പോഴും മാസം തോറും വാടക നൽകുന്നുണ്ട്. പുരാതനമായ അലക്കുരീതിയും ആധുനിക മെഷീനുകളും ഇവിടെ ഒരുപോലെ കാണാം. ക്ലോറിൻ മിശ്രിതം മുതൽ കൽക്കരി നിറച്ച ഭാരമേറിയ ഇസ്തിരി പെട്ടികൾ വരെ ഇവിടെ ഇപ്പോഴും സജീവമാണ്. അല്ല, ഇത്രയും തുണികൾ ഒരുമിച്ച് അലക്കിയാല് അവ തമ്മിൽ മാറിപ്പോവില്ലേ? നിങ്ങൾക്കും തോന്നിയില്ലേ ഈ സംശയം? ധോബിഘട്ട് കാണാൻ വരുന്നവരിൽ 99% ആളുകളുടെ മനസ്സിലും ഉടലെടുത്തേക്കാവുന്ന ഒരു സംശയമാണിത്.
ധോബിഘട്ടിൽ അലക്കുന്ന ഓരോ വസ്ത്രത്തിനും ഓരോ പ്രത്യേക മാർക്കിംഗ് ഉണ്ടാവും. 10,000-കണക്കിന് തുണികൾക്കിടയിൽ നിന്ന് ഈ വസ്ത്രം ആരുടേതാണെന്ന് കണ്ടെത്താൻ അവർ ഉപയോഗിക്കുന്ന ഈ കോഡിംഗ് സിസ്റ്റം ലോകത്തിലെ വലിയ ലോജിസ്റ്റിക്സ് കമ്പനികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. बहुत सारे कपड़े धुले जाते हैं और इधर टूरिज्म इतना है कि ऊपर इंडिया से कोई नहीं दिखता, इधर रशिया, लंदन, अमेरिका से आते हैं. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് മുംബൈയിലെത്തുന്ന സഞ്ചാരികളും ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണിത്. മഹാലക്ഷ്മി ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച ആയിരക്കണക്കിന് അലക്ക് കല്ലുകളും നീളത്തിൽ കെട്ടിയിരിക്കുന്ന വസ്ത്രങ്ങളുമാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഇതൊരു വലിയ കളർഫുൾ ലോകം പോലെ ആർക്കും തോന്നിപ്പോകും. നമ്മൾ മുകളിൽ നിന്ന് കണ്ട കാഴ്ചയല്ല ഇപ്പോൾ താഴെ നിൽക്കുമ്പോഴുള്ളത്. ഈ വലിയ ഫ്ലൈ ഓവറിലൂടെ മുംബൈ നഗരം കുതിച്ചു പായുമ്പോൾ അതിന് താഴെ യാതൊരു മാറ്റവുമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു കാഴ്ച മാത്രമാണ്. പക്ഷേ ഇവിടെ താഴെ നിൽക്കുമ്പോൾ മാത്രമേ ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനാകൂ. മുകളിലെ ബഹളങ്ങളൊന്നും ഇവരെ ബാധിക്കാറില്ല. അവർ അവരുടെ ലോകത്താണ്. മുംബൈയുടെ ആഡംബരങ്ങൾക്കിടയിൽ ഇന്നും മാറാതെ നിൽക്കുന്ന ഈ അധ്വാനത്തിന്റെ കാഴ്ച ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പൊ ശരി, ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വിശേഷങ്ങളായിട്ട് മിണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്. ബൈ.